ശ്രീ ചിറക്കര മധു, ഇത്തരം പോരാട്ടങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു ഉദാഹരണ സഹിതം അത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വിൻസി എന്നൊരു നടി അവർ ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നു സിനിമാ സെറ്റിൽ അവർക്ക് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസിലേക്ക് പോകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, അങ്ങനെ ഒരു കേസിലേക്ക് പോയാൽ അത് പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള തെളിവുകൾ കയ്യിലില്ല എന്നുള്ളതാണ്. പലരും ഈ സിനിമാ സെറ്റുകളിലേക്ക് ഇത് കണ്ടു എന്നതിനപ്പുറം പക്ഷേ അവരൊന്നും ആ നിലയിൽ കാര്യങ്ങൾ തുറന്നു പറയുകയോ അങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് നിയമപരമായി നീങ്ങുകയോ ചെയ്യാനാകും എന്ന് അവർ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത് സിനിമയിൽ എന്നുള്ളത് മാത്രമല്ല ഏത് മേഖലയിലായാലും ഇത്തരം കേസുകൾ പിടികൂടുന്നതിനും പിന്നീട് അത് പ്രോപ്പറായി അതിൻ്റെ അടിവേരുകൾ കണ്ടെത്തി ശിക്ഷ നൽകുന്നതിലടക്കം പ്രതിസന്ധിയും വെല്ലുവിളിയും ഉയർത്തുന്നുണ്ടോ? എക്സൈസിനെയും കേരള പോലീസിനെയും സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സിനിമാ മേഖലയല്ല ഏത് മേഖലയിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഏതൊരു അന്വേഷണത്തിനും റെയ്ഡിനും നമ്മൾ പര്യാപ്തരാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. സിനിമാ മേഖല പോലെയുള്ള ഒരു മേഖലയെ നമ്മളൊരു പ്രത്യേക തരത്തിലാണ് ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, സിനിമാ മേഖല എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇടപെടുന്ന ഒരു തൊഴിൽ മേഖലയാണ്. അവിടെ നമ്മൾ എക്സൈസും പോലീസും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ചെല്ലുക, റെയ്ഡ് ചെയ്യുക, പരിശോധന നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ലീഡ് കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഈ സിനിമാ മേഖലയിലേക്ക് പോവുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നുള്ളൂ. അതിന്റെ കാരണം ഇതാണ്. അല്ലാതെ നമുക്ക് അതിനകത്ത് യാതൊരു പരിമിതികളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പിന്നീട് ചോദിച്ച കാര്യം എന്ന് പറയുന്നത്, കേസ് എടുക്കുന്നതിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും കേരളത്തിൽ എക്സൈസ് വകുപ്പ് എടുക്കുന്ന കേസുകൾ കോടതിയിൽ എത്തിച്ച് ശിക്ഷ വിധിക്കുന്നതിൽ ഏകദേശം 95% അധികമാണ് വിജയ ശതമാനം എന്ന് പറയുന്നത്. എക്സൈസ് എടുക്കുന്ന നാർക്കോട്ടിക് കേസുകളിൽ 95% നമ്മൾ ശിക്ഷിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് അതിലൊന്നും യാതൊരു പരിമിതിയും പരാധീനതയും ഇല്ല. പിന്നെ അതിന്റെ വേരൽക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അടുത്ത സമയത്ത് MDMA പിടിച്ച ഒരു കേസിൽ എക്സൈസ് ഒരു വിദേശിയായിട്ടുള്ള പൗരനെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് പ്രതിസ്ഥാനത്ത് ചേർക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ, അത് പഞ്ചാബിലാവട്ടെ, ഉത്തർപ്രദേശിലാവട്ടെ, ഹൈദരാബാദിലാവട്ടെ, ബാംഗ്ലൂരിലാവട്ടെ, നമ്മുടെ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആള് അവിടെ നിന്നാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ 5 or 6 എക്സൈസുകാരായിരിക്കും പോകുന്നത്. പക്ഷെ പോയി നമ്മൾ അവരെ കണ്ടുപിടിച്ച് ഗല്ലികളിൽ നിന്നും കോളനികളിൽ നിന്നൊക്കെ നമ്മൾ അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏതറ്റം വരെയും പോകാൻ എക്സൈസ് എംപവേർഡ് ആണ്, അതിപ്പോ ചെയ്യുന്നുണ്ട്. ശരി.